അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയിൻ ഇടാനൊക്കെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് കിടക്കാം. ക്രോഷ്യയിൽ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കിക്കോളൂ. നമ്മൾ ഈ നൂലെടുക്കുക, 2 വിരലിന്മേൽ ഇങ്ങനെ ചുറ്റിയിട്ട് സൂചി ഉള്ളിലേക്കിട്ട് ഈ ഉള്ളിൽ കൂടി ഇതിനെ പുറത്തേക്ക് വലിച്ചെടുക്കും, പുറകിലെ നൂലിനെ. അപ്പോൾ നമ്മുടെ ഇത് സ്ലിപ്പ് നോട്ടായി മാറും. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന നൂലിങ്ങനെ വലിക്കുമ്പോൾ അത് ചെറിയ ഒരു ലൂപ്പായി തീരും. ഇതാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഈ വിരലിൽ ഒന്നൊന്ന് ഇടവിട്ട് നമ്മൾ ഈ നൂലിങ്ങനെ എടുക്കും. ഒന്നുകൂടി കാണിക്കാം. ഇത് ചെറുവിരലിൻ്റെ മുകളിലൂടെ എടുത്ത് വിരലിൻ്റെ താഴെ കൂടി പിന്നെ ഇത് മുകളിൽ വരും. ഇങ്ങനെ ഇതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ സൂചി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൂചി ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോകുന്നു, നൂലെടുക്കുന്നു, തിരിക്കുന്നു, മുകളിലേക്ക് എടുക്കുന്നു, രണ്ടാമതും ഇങ്ങനെ എടുക്കുന്നു, തിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയിൻ ഇട്ട് പോകും. ചെയിൻ ഇട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. ഇത് ഇത്രയും ചെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇനി സിംഗിൾ ക്രോഷ്യ പഠിക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇത്രയും ചെയിൻ ചെയ്തിട്ടില്ലേ, ഇതിപ്പോൾ ലാസ്റ്റത്തെ ലൂപ്പാണ്. അതൊരു ചെയിനായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇതാണ് ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിലുള്ളത് നമ്മുടെ നീഡിലുള്ള നൂല് കണക്കെടുക്കരുത്, അതിനടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഫസ്റ്റ് ചെയിനാണ്, ഇത് സെക്കൻഡ് ചെയിനാണ്. ഇത് ഹുക്ക് മേലുള്ള നൂല്, അത് നമ്മൾ കണക്കെടുക്കരുത്. എപ്പോഴും എണ്ണുമ്പോൾ ചെയിൻ 1 എന്ന് പറയുമ്പോൾ ഇതാണ് 1, ഇത് 2. പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക മിക്കവാറും സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സെക്കൻഡ് ലൂപ്പിൽ നിന്നാണ്. അപ്പോൾ 1, ഇത് 1, ഇത് 2. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് രണ്ടാമത്തെ ഇതിലേക്ക് നമ്മുടെ സൂചി കടത്തിയിട്ട് പുറകിലുള്ള നൂലിനെ താഴേന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ 2 ഇതായില്ലേ. ഇവിടെ നമ്മൾ ഇത് 2 എടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചുറ്റിയെടുക്കുക നൂല്. എന്നിട്ട് ഈ 2ൻ്റെ ഉള്ളിൽ കൂടി വലിച്ച് പുറത്തെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ ഇതാണ് അടുത്ത ചെയിൻ എന്ന് പറയുന്നത്. ഈ ചെയിനിലേക്ക് സൂചി ഇറക്കുക, പുറകിൽ നിന്നുള്ള നൂലിനെ പിടിക്കുക, മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് രണ്ടാമത് പുറകിലുള്ള നൂലിനെ എടുത്തിട്ട് നമ്മൾ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കും. ഇതാണ് ഒരു സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒന്നുകൂടി കണ്ടോ. അടുത്ത ചെയിനിലേക്ക് സൂചി നമ്മൾ ഇറക്കുക, പുറകിലുള്ള നൂലിനെ എടുക്കുക, മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് രണ്ടാമത് പുറകിലുള്ള നൂലെടുക്കുക, എന്നിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇരിക്കുക. സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ച്. ഇങ്ങനെ എടുക്കുക, വലിക്കുക, ലൂപ്പിലേക്ക് കിടത്തുക, പുറകിലെ നൂല് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പുറകിലെ നൂല് പിന്നെ എടുത്തിട്ട് ചുറ്റിയെടുക്കുക, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. സൂചി താഴേക്ക് കൊണ്ടുപോവുക, താഴെ നിന്ന് നൂല് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് രണ്ടാമത് നൂലുമ്മ ചുറ്റിയിട്ട് ഈ 2ൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ലൂപ്പാവും. അതായത് ഇതിലേക്ക് കടത്തുക, പുറയിലെ ഈ നൂല് ചുറ്റിയെടുക്കുക, മുകളിലേക്ക് കൊണ്ടുവരണം ആദ്യം. അപ്പോൾ 2 ലൂപ്പായില്ലേ നമ്മുടെ സൂചിമ്മ. അപ്പോൾ നമ്മൾ പുറയിൽ നിന്ന് പിന്നെ നൂലെടുക്കുക, ഈ 2 ഇതിൻ്റെ ഉള്ളിൽ കൂടി 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി സൂചി വലിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടേത് ഇതുപോലെ. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇതെല്ലാവരും ചെയ്തു പഠിക്കുക.
അടുത്ത വീഡിയോയിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ.